എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സേമിയ ചൗവരി പായസമാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ആദ്യം നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂവിൻ്റെ കളറ് ചെറുതായൊന്ന് മാറുമ്പോഴത്തേക്കും കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സേമിയ ഇട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. 1 കപ്പ് സേമിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വറുക്കാത്ത സേമിയാണ്. ഇനി വറുത്ത സേമിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നത് വരെ നമുക്ക് വറുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചവ്വരി നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ചവ്വരി പാലിലിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ചവ്വരി വെന്ത ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി സേമിയ നല്ലപോലെ വെന്തിട്ടൊന്ന് കുറുകി വരണം. ഇതുപോലെ ഒരു രീതിയിൽ കുറുകി സേമിയ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 5-6 ഏലക്ക പൊടിച്ചത് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്നുകൂടി കുറുകി വരുന്നത് വരെ അടുപ്പത്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി നമ്മൾ കുറുക്കി എടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഇരിക്കുമ്പോൾ കുറുകും. അപ്പോൾ ഇതുപോലെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പായസം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി സേമിയ ചൗവരി പായസം റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്